ഗൈസ്, അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ ഗുരുവായൂരിനെ കുറിച്ച് പറയാനല്ല, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ രാജുവേട്ടൻ, ബേസിൽ, അതുപോലെ അവരാണ് മെയിൻ ക്യാരക്ടർ. ഒന്നും പറയാനില്ല, നല്ല ഗംഭീര പടം. എന്ന് പറഞ്ഞാൽ കോമഡി എൻ്റർടൈനർ എന്ന് തന്നെ പറയാം. കോമഡി എൻ്റർടൈൻമെൻറ്റ്, അതായത് ഇപ്പോൾ നമ്മളെ പണ്ടത്തെ പടങ്ങളില്ലേ, ഇത് നമ്മുടെ ഗോഡ് ഫാദർ പോലെയുള്ള ഗോഡ് ഫാദർ ടൈപ്പും, പിന്നെ എന്താ പറയുക, അങ്ങനത്തെ പണ്ടത്തെ കോമഡി പടങ്ങളില്ലേ, ഇപ്പം ആ ഒരു വൈബിലിരുന്ന് കാണാൻ പറ്റിയ പടമാണ്. പണ്ടത്തെ വൈബിലിരുന്ന് കാണാൻ പറ്റിയ അല്ല. ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയതിൽ വെച്ചിട്ട് ഓക്കെ, ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ, വൺ ടൈം കാണാമെന്നുള്ളൊരു രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന പടമല്ലേ ഇത്. നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള ഗംഭീര എൻ്റർടൈൻമെൻറ്റ്. മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉള്ള യൂത്തിനൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാല പടങ്ങൾ, ഫൈറ്റ്, അടിപിടി, ഫാമിലി പടം. ഫാമിലി ഒന്നല്ല, ഇതാർക്കും കാണാം. കപ്പിൾസായിട്ട് പോയി കാണാം, ഫ്രണ്ട്സായിട്ട് പോയി കാണാം, ഫാമിലി ആയിട്ട് പോയി കാണാം. അടിപൊളി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചിരിച്ച് സ്റ്റാർട്ടിങ് മുതൽ ക്ലൈമാക്സ് ബാനർ ഡയറക്ടർ ബൈ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത് വരെ ചിരിച്ച് ഊപ്പാട് തീരും. ഇപ്പോൾ രാജുവേട്ടൻ പൃഥ്വിരാജ്, ഇപ്പോൾ നമുക്ക് എന്താ പറയുക, അമർ അക്ബർ അന്തോണിക്ക് ശേഷമാണ് പൃഥ്വിരാജിൻ്റെ ഒരു കോമഡി കൊണ്ടൊരു കളി നമ്മൾ കാണുന്ന ഈ ഒരു പടമായിരിക്കും. അതിന് ശേഷം അങ്ങനെ ഒരു കോമഡി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ബേസിലിനെ പറയണ്ടല്ലോ, ബേസിലിൻ്റെ മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു നടനും ഡയറക്ടറുമായിട്ട് മാറിയിരിക്കുകയാണ് ബേസിൽ. അപ്പോൾ രണ്ടാളും ഉള്ള ഈ ഒരു പടം ഒരിക്കലും മിസ്സാക്കാം. ഫാമിലി ആയിട്ട് പോയി കണ്ട് അടിപൊളിയായിട്ട് ചിരിച്ച് മറിച്ച് വരിക, ആരും മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ ഇപ്പോൾ തിയേറ്ററിലുണ്ട്, എല്ലാവരും പോയി കാണാം, പൊളിക്കോ.